ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റും അതേപോലെ തന്നെ ജനറലായിട്ടുള്ള സർവീസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് കയറണമെങ്കിൽ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി സ്റ്റാർട്ടാവാത്തത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടാണ്. നിലവിൽ നമുക്ക് അതിനകത്ത് പെട്രോൾ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ പെട്രോൾ മേടിച്ച് ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ടും വണ്ടി സ്റ്റാർട്ടിങ് അങ്ങോട്ട് ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കാർബറേറ്ററിനകത്ത് പെട്രോളൊക്കെ കിടന്ന് മെൽറ്റായ ഒരു സിറ്റുവേഷനിലാണ്. ജെറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്കായി പോയേക്കാം. ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്. മെയിൻ ജെറ്റ് നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നുള്ളൂ. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ കാർബറേറ്ററിൻ്റെ അടിയിലെ ഭാഗത്ത് നോക്കുമ്പോൾ ഉണ്ടോ, അത് ഈ സൈഡിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗസ് പിടിച്ചേക്കണ പോലെ പൂപ്പൽ പിടിച്ച് പൊളിഞ്ഞു പോരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളാണ് മെയിൻ റീസൺ കേട്ടോ. കാരണം ഇപ്പോൾ E20 പെട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള പെട്രോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ 1 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ 200 മില്ലി എത്തനോളാണ്, 800 മില്ലി മാത്രമാണ് യഥാർത്ഥത്തിൽ പെട്രോളുള്ളൂ. അപ്പോൾ ആ പെട്രോൾ കിടക്കുമ്പോൾ വരുന്ന പ്രോബ്ലംസാണ് ഇതൊക്കെ കേട്ടോ. അത് കുറച്ച് നാളായിട്ട് നമുക്ക് നിലവിൽ കിട്ടണത് അതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ്. ഇങ്ങനെ വരുന്ന കേസിൽ സാധാരണ രീതിയിൽ കാണുന്ന 2-3 കംപ്ലയിൻറ്റുകളുണ്ട്. ഒന്ന്, പെട്രോൾ ഓവർഫ്ലോ പോകുന്ന കംപ്ലയിൻറ്റ് വരാറുണ്ട്. സാധാരണ പെട്രോൾ ഓവർഫ്ലോ വന്ന കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്താലും അത് ശരിയാവാറില്ല. കാർബറേറ്റർ മാറ്റേണ്ടി വരാറാണ് സാധാരണ രീതിയിൽ പതിവ്. പിന്നെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ് പിന്നെ കാണിക്കുക. അത് മിസ്സിങ് നമുക്ക് ഓൾറെഡി അതിൻ്റെ ഫ്ലോട്ട് വാൽവിൻ്റെ പ്രോബ്ലം കൊണ്ടും വരും, ഈ സ്ലോ ജെറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും വരാറുണ്ട്. മെയിൻ ജെറ്റ് ബ്ലോക്ക് ആകുമ്പോഴും സെയിം സിറ്റുവേഷനാണ് വന്നത്. മെയിൻ ജെറ്റ് താരതമ്യേന നമുക്ക് ഹോളൊക്കെ ചെറുതും വലുതായതുകൊണ്ട് തന്നെ നമുക്ക് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ ഒരു പരിധി വരെ നമുക്കത് റെഡിയായി കിട്ടാറുണ്ട്. ഈ സ്ലോ ജെറ്റിൻ്റെ കാര്യം അങ്ങനെയല്ല. സ്ലോ ജെറ്റ് വളരെ ചെറിയ ഹോളാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ വലിപ്പം ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ വളരെ ചെറിയ നോസിലാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ട് വരും. ഏകദേശം 100 രൂപ താഴെ നമുക്കതിന് കോസ്റ്റ് വന്നുള്ളൂ. 65 രൂപ 70 രൂപ അങ്ങനെ എന്താണ് റേറ്റ് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കാർബറേറ്റർ മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ വരും. അതായത് ഓവർഫ്ലോ വരും എന്ന് ഉറപ്പല്ല പറയണേ, വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു 10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 5 വണ്ടിയും എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വരിക. അതായത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ്, അതുപോലെ മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ ഈ പറഞ്ഞ രീതിയുടെ പെട്രോളാണ് അതിൻ്റെ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്, സ്ലോ ജെറ്റ് മാറ്റുന്നുണ്ട്, എയർ ഫിൽറ്റർ മാറ്റിയിട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എയർ ഫിൽറ്റർ നമ്മൾ നോക്കി അതിൻ്റെ പ്ലഗ് മാറ്റിയിട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എയർ ഫിൽറ്റർ ഞാൻ ചെക്ക് ചെയ്തിരുന്നു. എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്. ജസ്റ്റ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പ്ലഗ് ഈ പറഞ്ഞ പോലെ ചെറിയ ഷോട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ ആ ഉള്ളിൽ വരുന്ന ഫയറിങ്ങിൻ്റെ കളർ തന്നെ ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഷോർട്ടാവും. അപ്പോൾ പ്ലഗ് ഞാൻ എന്തെങ്കിലും മാറ്റിയിടുന്നുണ്ട്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണുള്ളൂ. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്ലോ ജെറ്റ് മാറ്റി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം വേണം നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാനായിട്ട്. സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ, സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. കംപ്ലയിൻസുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. എന്താണ് അതിൻ്റെ പ്രോബ്ലം, അതിന് ഏത് പാർട്സുകളൊക്കെ മാറ്റേണ്ടി വരാം, അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസും എസ്റ്റിമേറ്റ് വീഡിയോ സഹിതം ഓൾറെഡി വാട്സാപ്പിനകത്തേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് റിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ഒരു കംപ്ലയിൻറ്റ് റെഡിയാക്കുന്നുണ്ട്. അതിന് ശേഷം വർക്കിന് കയറി നമ്മൾ ഓടിച്ച് നോക്കിയതിന് ശേഷം വർക്കിന് കയറി കഴിയുമ്പോൾ ബാക്കിയത്തെ ഡീറ്റെയിൽസും കൂടി കൂട്ടത്തിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.